ഉണ്ണേറ്റിന്റെ പേരിൽ എഴുതി വെച്ചിരിക്കുന്നത്. എന്റെ പേരിലോ? വായിക്കൂ. ഞാൻ എന്റെ സഹോദരനായിട്ടാണ് നിങ്ങളെ ഇതുവരെ കണ്ടിട്ടുള്ളത്. എന്റെ മരണശേഷമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചുകൊള്ളുന്നു. 5 വയസ്സിൽ എനിക്ക് നഷ്ടപ്പെട്ട എന്റെ ബാബുമോനെ എവിടെയുണ്ടെങ്കിലും കണ്ടുപിടിച്ച് എന്റെ സ്വത്തുക്കൾ അവനെ ഏൽപ്പിക്കണം. അവനെ കണ്ടുകിട്ടിയാൽ ബാബുമോനാണ് എന്ന് പരിപൂർണമായി നിശ്ചയിക്കാൻ 3 അടയാളങ്ങളേ ഉള്ളൂ. 3 അവന്റെ സ്വഭാവത്തിലെ പ്രത്യേകതകളാണ്. 1, അവൻ എന്ത് ആഹാരം കഴിക്കുമ്പോഴും അതിനു മുമ്പ് പാൽ ആവശ്യപ്പെടും. 2, അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം മഞ്ഞയാണ്. 3, പെൺകുട്ടികളോട് അവന് വെറുപ്പാണ്. ഈ 3 സ്വഭാവം വെച്ച് ഒരാളെ കണ്ടുപിടിക്കുന്ന എങ്ങനെയാ? ആദ്യം അദ്ദേഹം മരിച്ച വിവരം കാണിച്ച് ഇന്ത്യയിലുള്ള എല്ലാ പത്രങ്ങളിലും ഒരു പരസ്യം കൊടുക്കാം. കൂടെ അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോയും ബാബുമോന്റെ ഒരു ഫോട്ടോയും കൊടുക്കാം. ഇന്ത്യയിൽ വെച്ചാണല്ലോ ബാബുമോനെ കാണാതായത്. ഭാഗ്യമുണ്ടെങ്കിൽ അവനെ തിരിച്ചു കിട്ടാൻ ഈ പരസ്യം ഉപകരിക്കും. അത് കൊള്ളാം. ഏതായാലും രവീന്ദ്രൻ അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തോളൂ. എങ്ങനെയെങ്കിലും സാറിന്റെ ഫോട്ടോ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ആ നിമിഷം ബാബുവൻ ഇവിടെ പറന്നെത്തും. മോനൊന്നും ഓർക്കുന്നുണ്ടോ? എന്റെ ഡാഡി കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മയുള്ളത് അമ്മാവനെ മാത്രമല്ലേ. എന്റെ മമ്മിയെ ഞാൻ ഓർക്കുന്നില്ല. ഇതാരാണമ്മ? ഇത് ഡാഡിയുടെ പേഴ്സണൽ അഡ്വക്കേറ്റ് മിസ്റ്റർ രവീന്ദ്രൻ. ഹലോ, ഐ എം ബാബു. ഡാഡിക്ക് എന്താണെങ്കിൽ സംഭവിച്ചത്? എല്ലാം പെട്ടെന്നായിരുന്നു മോനെ. അതിരിക്കട്ടെ, മോന് തങ്ങൾ അറിഞ്ഞു? എന്റെ സ്കൂൾ ബാഗിൽ ഡാഡിയുടെ ഒരു പഴയ ഫോട്ടോ ഉണ്ടായിരുന്നു. പത്രത്തിൽ വന്നപ്പോൾ എന്റെ ഒരു സ്നേഹിതം കാണിച്ചെന്നാ. ഓഹോ, ഇത്രയും കാലം മിസ്റ്റർ ബാബു എവിടെയായിരുന്നു? ഞാൻ മദ്രാസിലായിരുന്നു. വൈകിട്ടാണെങ്കിലും ഈശ്വരൻ മോനെ ഞങ്ങളുടെ കയ്യിൽ കൊണ്ട് തന്നല്ലോ, അത് മതി. യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, മോൻ മുറി പോയി വിശ്രമിക്ക്. ഇത് ഒറിജിനൽ ബാബുമോനാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞോ? ഏയ്, മരണപത്രത്തിലെ എല്ലാ ടെസ്റ്റുകളും പരീക്ഷകളും നമുക്ക് കൺഫേം ചെയ്യാം. എന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ? എന്ത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും പാല് കുടിക്കും. ഇഷ്ടപ്പെട്ട നിറം മഞ്ഞ. പിന്നെ പെൺകുട്ടികളെ ഇഷ്ടമല്ല. ഓരോന്നായി നമുക്ക് പരീക്ഷിച്ച് നോക്കാം. ബാബുമോനെ, റൂമില് സൗകര്യമൊക്കെ ഉണ്ടല്ലേ? റൂമിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ബെഡ്ഷീറ്റിന്റെ കളറ്, കർട്ടൻ, ഇവിടെ മഞ്ഞ ബെഡ്ഷീറ്റുണ്ടോ? അല്ല, ഇല്ലെങ്കിൽ വൈറ്റ് വാങ്ങിച്ചാൽ മതി. ചെറുപ്പം മുതലേ എനിക്ക് മഞ്ഞ നിറത്തിലുള്ള വലിയ ഭ്രമമാണ്. അമ്മാവനറിയില്ലേ? പിന്നെ മോൻ എത്ര മഞ്ഞ വേണം ഞാൻ തരാം. അല്ലെങ്കിൽ തന്നെ നീ മോന്റെ കാര്യങ്ങളൊക്കെ നോക്കാന്നല്ലേ ഞങ്ങളുടെ ജോലി. വന്ന് ഭക്ഷണം എന്തെങ്കിലും കഴിക്കുക, ക്ഷീണൊക്കെ ഒന്ന് മാറാം. അമ്മാവാ, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരു ഗ്ലാസ് പാല് വേണം. ചെറുപ്പം മുതലുള്ള ശീലമാ ഭക്ഷണത്തിന് മുമ്പ് ഒരു ഗ്ലാസ് പാല്. സോറി, അമ്മാവനറിയില്ലേ? യാ,
ആദ്യത്തെ 2 ടെസ്റ്റ് ഓക്കെ അല്ലേ? ഇനി പെൺകുട്ടികളെ ഇഷ്ടമല്ല എന്നൊരു ടെസ്റ്റ് കൂടെ പാസ്സായാൽ പിന്നെ സംശയിക്കാനൊന്നുമില്ല. കാലം കുറിച്ചാവത്തില്ലേ, പല സ്വഭാവങ്ങളും ഇപ്പൊ മാറിയിരിക്കും. ദാറ്റ്സ് റൈറ്റ്. ഏയ്, രവിവർമ്മയുടെ മകന് സ്വഭാവം മാറാനോ? അതൊരിക്കലും ഉണ്ടാവില്ല. ഏയ്, who are you? ഞാൻ അമ്മാവാ, ആരാ അമ്മാവത്? ആ, അത് എന്റെ ആരായാലും കൂടെ ഈ നിമിഷം എടുത്ത് പറഞ്ഞു വിടണം. ഐ ഡോണ്ട് ലൈക്ക് ഗേൾസ്. അല്ല ബാബുവിനെ അമ്മാവന്റെ പഴയ സ്വഭാവമൊക്കെ മറന്നുപോയി. മറന്നുപോയെന്നോ? കൊള്ളാം. ഈ തോളത്ത് കിടന്ന് എത്ര കാലം വളർന്നതാ? അത് മിസ്റ്റർ ഉണ്ണിത്താന്റെ മകളാ. യാ, വെക്കേഷൻ ആയതുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നതാ. 1 മാസമേ കാണും. അപ്പൊ ഈ 1 മാസം ഞാൻ ഇവിടെ കണ്ണും കെട്ടി നടക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്? യാ. അല്ല, താമസിച്ചോട്ടെ, പക്ഷെ എന്റെ മുമ്പിൽ വന്നു വരുന്ന പറഞ്ഞേക്കണം. എന്തായി? ഇനി ഒന്നും നോക്കാനില്ല, ഇത് ബാബുവൻ തന്നെ. പക്ഷേ ഒരു പക്ഷേയും ഇല്ല. ഇനി നമുക്ക് നീട്ടിക്കൊണ്ട് പോണ്ട. നാളെ രാവിലെ തന്നെ രജിസ്ട്രേഷനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യണം. മനസ്സിലായില്ല? എനിക്ക് മനസ്സിലായി. ഉണ്ണിയമ്മാവനല്ലേ? എന്നെ ഓർക്കുന്നുണ്ടോ? ഓർമ്മയുണ്ടോന്നോ? എന്താ അമ്മ അങ്ങനെ ചോദിച്ചത്? എനിക്ക് അമ്മയെ കണ്ട ഓർമ്മയില്ല. പക്ഷെ അമ്മാവനെ മറക്കാൻ പറ്റുമോ? ഇതാരെ? ഇത് അഡ്വക്കേറ്റ് രവീന്ദ്രൻ. ഹലോ, ഐ എം ബാബു. ഹലോ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഡാഡിയെ കണ്ടുമുട്ടായിരിക്കില്ല എന്ന് വിചാരിച്ചാണ്. ഇനിയിപ്പോ അതിനെപ്പറ്റി ആലോചിച്ചിട്ട് എന്താ കാര്യം? നടന്നു നടന്നില്ലേ? അതിരിക്കട്ടെ, ബാബു ഇത്രയും കാലം എവിടെയായിരുന്നു? കേരളത്തിലായിരുന്നു, ട്രിവാൻഡ്രത്ത്. എങ്ങനെ അവിടെ എത്തി എന്നെനിക്ക് ഓർമ്മയില്ല. ഡാഡി മോന് വേണ്ടി ആയിരുന്നു ഇത്രയും കാലം ജീവിച്ചത്. മരണപത്രം വരെ എഴുതി വെച്ചിരുന്നു. അതിൽ മോനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് സ്വത്തുക്കളെല്ലാം ഏൽപ്പിക്കണമെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. പരസ്യം കണ്ടപ്പോൾ ഡാഡിയാണെന്ന് ബാബുവിന് എങ്ങനെ മനസ്സിലായി? ഡാഡിയുടെ ഫോട്ടോയുടെ കൂടെ എന്റെ ചെറുപ്പത്തിലെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നില്ലേ? നഴ്സറി വെച്ചെടുത്ത ആ ഫോട്ടോയുടെ കോപ്പി എന്റെ കയ്യിലുണ്ടായിരുന്നു. അതില്ലായിരുന്നെങ്കിൽ എനിക്കൊരിക്കലും മനസ്സിലാകില്ലായിരുന്നു. അത് ശരി. ഇതാരാ? അത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട്. ഏതായാലും ബാബു യാത്ര കഴിഞ്ഞു വന്നല്ലേ, പോയി കുളിച്ചൊന്ന് ഫ്രഷ് ആവും. ഏതാ എന്റെ മുറി? നേരെ കൂടി ചെന്നാ മതി, 2ാമത്തെ മുറി അല്ലേ? അതെ. ഉമ്മ, കാറിൽ എന്റെ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ അങ്ങോട്ട് എത്തിച്ചേക്കാം. നിങ്ങൾ ഈ കണ്ണി കണ്ട അഭ്യർത്ഥികളെ ഇവിടെ കെട്ടി താമസിപ്പിക്കാൻ ഉദ്ദേശം? അതിപ്പോ എന്താ പറയാ, ആരും അറിയാതെ. ഓഹോ, അപ്പൊ രവിവർമ്മയ്ക്ക് വേറെ മകളുണ്ടോ? രവിവർമ്മ സാറിന് ഒരു മോനേ ഉള്ളൂ. പിന്നെ ഇയാളാരാ? അത് ആരാണെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഒറിജിനൽ ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഇവിടെ എന്തൊക്കെയോ ടെസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, അവൻ നടത്തുന്നില്ലേ? കൊള്ളാം, നടത്തുന്നില്ലേന്നോ? ഒരെണ്ണത്തിൽ അവൻ തെറ്റിയാൽ അപ്പൊ പിടിച്ച് പുറത്താക്കും. പാല് മാറ്റി വെച്ചിട്ടില്ലേ? ശരി, ഇരിക്കൂ.
ഇറ്റ്സ് ഓൾ റൈറ്റ്, ഞാൻ കഴിച്ചതാ. ഹേ കം ഓൺ, കം ഓൺ. ബാബുവിനെ ആ കോഴി ഒന്ന് കഴിച്ചു നോക്കി. നൈസ് സ്മെൽ, നല്ല മണം. ഇത് പാലുക. ഈ ഉച്ച സമയത്ത് ആരെങ്കിലും പാല് കുടിക്കുമോ? ഞാൻ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പാല് കഴിക്കും. അതെന്റെ കൊച്ചിനുള്ളൊരു ശീല. അല്ലേ അമ്മാവ? യാ. ഇനിയും ടെസ്റ്റുകളുണ്ടല്ലോ, പരിഭ്രമിക്കായിരിക്കൂ. എനിക്ക് പരിഭ്രമൊന്നുമില്ല. എന്നായാലും എന്റെ കളി കളിച്ചിട്ടാവും. പക്ഷെ അടുത്ത ടെസ്റ്റ് ഒന്ന് നടത്തണം. ഗുഡ്, നല്ല ഫുഡ്. മിസ്റ്റർ ബാബുവിന് കുടിക്കാനൊന്നും കൊടുത്തില്ലേ? ഇതാ കൊണ്ടുവരുന്നു. എനിക്കിപ്പോ വേണ്ട. സാരമില്ല, കുടിക്കുക, കൂൾ ഡ്രിങ്ക്സ് അല്ലേ. മിസ്റ്റർ രവി എടുക്കൂ. ഐ എം സോറി, യെല്ലോ ഈസ് മൈ കളർ. മഞ്ഞ എന്റെ കളറാണ്. ചെറുപ്പം മുതലേ എനിക്ക് മഞ്ഞ വളരെ ഇഷ്ടമാണ്. അല്ലേ മാ? പിന്നെ ഈ തോത്തിരുത്തില്ലേ മോനെ ഞാൻ വളർത്തിയത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? അതാണ് ഞാനും ആലോചിക്കുന്നത്.